Hi dears, welcome back to my channel. ഇപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല ഇന്ന് ഞാൻ ഏത് റെസിപ്പിയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ സ്വീറ്റ് ആയിട്ടുള്ള ചെറുപയർ വെച്ചിട്ട് നമുക്ക് സുഗിയൻ ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. സുഗിയൻ ഉണ്ടാക്കാനായിട്ടുള്ള ചെറുപയർ കുറച്ച് സമയം ഒന്ന് കുതിർത്തി വെക്കണം കേട്ടോ. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും കുതിർത്തി ഇട്ടാൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുക്കായി കിട്ടും. അതെല്ലാം ഇടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കൂടുതൽ വിസിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി. കുതിർത്തിയതാണെങ്കിൽ ഒരൊറ്റ വിസിലിൽ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ കുതിർത്തിയ ചെറുപയർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഇത് വേവിക്കാനായിട്ട് വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. ഒരുപാട് വെള്ളത്തിൽ വേവിച്ചിട്ട് ഊറ്റിക്കളയുന്നതിനെക്കാട്ടിലും കറക്റ്റ് വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇത്രയും വെള്ളം മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് മുങ്ങി കിടക്കാനുള്ള അത്രയും വെള്ളം മതി. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിലാണ് ഞാൻ വേവിച്ചത്. ഇത് കുതിർത്തിയതായ കാരണം. അതല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 വിസിൽ ആദ്യം വേവിക്കുക. അതിനുശേഷം തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ പിന്നെ ഒരു വിസിലും കൂടി അടുപ്പിക്കാം. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇത് മുക്കി പൊരിക്കാനുള്ള ബാറ്റർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ സാധാരണ മൈദ വെച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആട്ടപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടൊക്കെ എല്ലാ പൊടികളൊന്നും മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഇത് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ചൂടുവെള്ളമല്ല, സാധാരണ വെള്ളമാണ്, പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദോശമാവിനേക്കാളും ഒരു ലേശം കൂടി അയവുള്ള മാവായിരിക്കണം. അല്ലെങ്കിൽ നല്ലോണം ലൂസായി കഴിഞ്ഞാൽ ഇത് മുക്കി പൊരിക്കാൻ പറ്റില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത് കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ചാൽ നല്ലതാണ് കേട്ടോ. ചെറുപയറൊക്കെ കണ്ടില്ല, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ കറക്റ്റാണ്, കുറച്ച് പോലും ഊറ്റിക്കളയാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുപോലെ പാകത്തിന് വെള്ളമൊഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഊറ്റിക്കഴിഞ്ഞാൽ ചിലപ്പം ആകെ ലൂസായി പോവും. അപ്പോൾ നമുക്ക് കടിക്കാനൊന്നും കിട്ടില്ല. അത് സുഗിയൻ കഴിക്കുമ്പോൾ അതിൽ ചെറുപയറൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്നതാണല്ലോ രസം. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഒന്ന് ഉലർന്ന് കിടക്കുന്ന പാകത്തിലായിരിക്കണം ചെറുപയർ വേവിച്ച് വരുന്നത്. പിന്നെന്താ, ഇനി ഇതിലേക്ക് വേണ്ട ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 അച്ച് ശർക്കര ഇട്ടിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ, കുറച്ച് വെള്ളം മതി. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ചെറുപയർ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ ഒന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നാളികേരത്തിന് ശർക്കരയ്ക്കൊന്നും പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂടുതൽ ചേർക്കും തോറും നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ അവിൽ നനച്ചതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴും നല്ലൊരു രസം തന്നെയായിരിക്കും. ഇനി ഇത് സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കുക. നല്ല ചൂട് ഒന്ന് മാറിയെന്നുള്ളൂ, പക്ഷെ എന്നാലും കൈ കൊണ്ട് ഇളക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ജീരകവും അതുപോലെ ഏലക്കായൊക്കെ ഒന്ന് ചതച്ചതിട്ട് കൊടുക്കുക. അപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഏലക്കായ മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലായിടത്തേക്ക് എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ശർക്കരയൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ചെറുപയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട കേട്ടോ. ഈ ചൂടോട് കൂടി തന്നെ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചൊന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ.
കണ്ടില്ലേ കൈ വെച്ചിട്ട് ഇപ്പോൾ വെള്ളം ഒരു കൂടുതൽ പോലെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ഒന്ന് വിതറി കൊടുത്തിട്ട് അതൊന്ന് പാകാക്കി എടുക്കുക കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് തന്നെ കയ്യിലൊരു ഉരുട്ടുക. വേണമെങ്കിൽ കയ്യിൽ എണ്ണയൊക്കെ തടവി കൊടുക്കാം, അപ്പോൾ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനി നമ്മുടെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അത് മുക്കിയിട്ട് തിളച്ചെടുക്കുന്ന എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോവും. ഒരു ഗോൾഡൻ കളറായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് സൈഡ് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ച് മറിച്ചിട്ടൊന്ന് 2 സൈഡും ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന പരിപാടി വേഗം കഴിയും, ഇങ്ങനെ വറുത്തെടുക്കുന്ന പരിപാടി. ആകെ കൂടിയിട്ട് പണിയുള്ളത് ചെറുപയർ വേവിക്കുക, ശർക്കര പാനി ഉണ്ടാക്കുക, അതൊക്കെയാണ് ഒരു പണി. ഇത് പൊരിച്ചെടുക്കുന്ന പരിപാടി വേഗം കഴിയും. ഇനി ബാക്കിയുള്ളതും കൂടി ഞാനിങ്ങനെ തന്നെ ഒന്ന് മുക്കി പൊരിക്കട്ടെ കേട്ടോ. അങ്ങനെ എല്ലാം ഞാൻ പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. ഗോതമ്പ് പൊടിയാണെന്ന് കഴിക്കുമ്പോൾ നമുക്ക് തോന്നുന്നില്ല, സാധാരണ സുഖിയൻ കഴിക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നല്ലൊരു കട്ടൻ ചായയും കൂടി ഉണ്ടാക്കാം. അപ്പോൾ നല്ല ആവി പറക്കുന്ന കട്ടൻ ചായയും അതുപോലെ ചൂടോടുകൂടി തന്നെ സുഖിയനും കൂടി കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ കിറ്റിലൊക്കെ കിട്ടിയ ചെറുപയറൊക്കെ കുറേ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ ഈവനിങ് സ്നാക്കായി. അപ്പോൾ ഇനി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരുവിധം എല്ലാവർക്കും ഉണ്ടാക്കാനും അറിയാമെന്നറിയാം, എന്നാലും അറിയാത്ത ആർക്കെങ്കിലും ഒരാൾക്ക് ഇതൊരു ഉപകാരം ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴിച്ച് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിന്. ഗോതമ്പ് പൊടിയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് ഒന്നും എടുത്തറിയണമെന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാനാണെങ്കിൽ മൈദ ഒഴിവാക്കിയിട്ട് നമുക്കിതുപോലെ ഗോതമ്പ് പൊടി അരിപ്പൊടിയും വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ ഫ്രണ്ട്സ്.